വളരെ ഈസി ആയിട്ട് തീ പോലും കത്തിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണേ. അപ്പോൾ അതാ ആദ്യം ഞാനൊരു പുഡിംഗ് ഡിഷിലേക്ക് ബ്രെഡ് സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് അടിച്ചെടുത്തതാണ്. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ തിക്കായിട്ടുള്ള പാല് ചേർത്ത് അടിച്ചെടുത്താലും മതി കേട്ടോ. അത് നമുക്ക് ഈ ബ്രെഡിൻ്റെ മേലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഞാനിതാ മാങ്ങ പഞ്ചസാര ചേർത്ത് അടിച്ചെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ലെയറായിട്ട് നമുക്കിത് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടെ ബ്രെഡ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മളുടെ ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വീണ്ടും അതുപോലെ തന്നെ മാംഗോ പൾപ്പ് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. അത് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഇതാ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് ഇതുപോലെ ക്രീമി ആക്കി എടുക്കുക. എന്നിട്ട് നമ്മളുടെ പുഡിങ്ങിൻ്റെ മേലെ അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ സംഭവം സെറ്റായി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയല്ലേ ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്